പ്രിയപ്പെട്ടവരെ, കേരള മോഡലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും അഭിമാനകരവും ആഹ്ലാദകരവുമായി തോന്നിയ രണ്ട് കാര്യങ്ങൾ ആദ്യം ചൂണ്ടിക്കാണിക്കാം. രണ്ടും സത്യത്തിൽ കേരളീയ സമൂഹത്തിനുള്ള അഭിവാദ്യങ്ങളാണ്. അതിലൊന്ന് ലോകപ്രശസ്ത പ്രതിഭ നോം ചോംസ്കിയുടേതാണ്. ഗ്രിഗറി സ്റ്റാൻറ്റനെ പോലുള്ള ആളുകൾ ഇന്ത്യ ഒരു വംശഹത്യയുടെ മുനമ്പിൽ കിതച്ച് നിൽക്കുകയാണ് എന്ന പ്രസ്താവനയുടെ പിറകെയാണ് ഇന്ത്യൻ അവസ്ഥയെക്കുറിച്ച് ചോംസ്കി ഭയാനകമായ അവസ്ഥ എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ തന്നെ കേരളത്തെക്കുറിച്ച് ഇത് പ്രതീക്ഷയുടെ ഒരു ചെറിയ പച്ചത്തുരുത്തായി കേരളമുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ 2015 സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം നേടിയ വിദത് ബോച്ചാമയി മനോരമയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, അതിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത് നടക്കാവിലെ പൊതു വിദ്യാഭ്യാസ സ്ഥാപനം സന്ദർശിച്ചതാണ്. ആ സമയത്ത് അവർ പറഞ്ഞ വാക്യം ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഉള്ളിലുണ്ടാക്കിയ കോരിത്തരിപ്പ് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അവർ പറഞ്ഞു, എനിക്ക് കേരളം വിട്ട് പോവാൻ തോന്നുന്നില്ല, അത്ര മനോഹരമാണ് ഇവിടുത്തെ വിദ്യാലയങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ആരോഗ്യരംഗം. ഈ രണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ കേരള വികസനത്തെക്കുറിച്ചുള്ള ആലോചനയുടെ ആമുഖമായി ഞാൻ പറയാൻ കാരണം ഇത് രണ്ടും സത്യത്തിൽ മലയാളി സമൂഹത്തിനുള്ള അഭിവാദ്യമാണ്. അതോടൊപ്പം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്ന കേരള സർക്കാരിനുള്ള അഭിവാദ്യമാണ്. കാരണം കേരള മോഡലിനെ കുറിച്ച് പറയുമ്പോൾ മുമ്പൊക്കെ നമ്മൾ പറഞ്ഞു പോരുന്നത് കേരള മോഡലിലെ ഒരു വൈരുദ്ധ്യത്തെക്കുറിച്ചാണ്. അതായത് നമ്മുടെ കാർഷിക രംഗത്ത് വൻ കുതിപ്പുകൾ ഉണ്ടാവുന്നില്ല, വ്യാവസായിക രംഗത്ത് കുതിപ്പുകൾ ഉണ്ടാവുന്നില്ല, അതേസമയം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് സാംസ്കാരിക രംഗത്ത് ഒക്കെ കുതിപ്പുകൾ ഉണ്ടാവുന്നു. സത്യത്തിൽ ഇതൊരു വൈരുദ്ധ്യമാണ്. എന്നാൽ ഈ വൈരുദ്ധ്യം കേരളീയ സമൂഹം പതുക്കെ മറികടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതിനേക്കാൾ അഭിമാനകരമായൊരു കാര്യമാണ്.